വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സൂയിസൈഡ് റേറ്റ്സും അതിൻ്റെ പ്രിവെൻഷനെ പറ്റി ചർച്ച ചെയ്യാനാണ്. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ്സ് ഉള്ളൊരു നാടാണ് നമ്മുടെ കേരളം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള നാടാണ് കേരളം. ഇത് ഒരു ഇച്ചിരി ഐറോണിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നില്ലേ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു ഈ ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മിക്കപ്പോഴും ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിപ്പോൾ സാമ്പത്തികമാവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാത്തത്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വേർപാട്, ഇതൊക്കെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കാറുണ്ട്. ആത്മഹത്യക്ക് പിന്നെ കാരണമാവുന്നത് ജാതിമത പ്രശ്നങ്ങളാണ്. 2019 IIT മദ്രാസിൽ മരിച്ച ആത്മഹത്യ ചെയ്ത ഫാത്തിമ ലത്തീഫ് എന്ന് പറഞ്ഞ കുട്ടിക്ക് നേരിട്ടത് ഈ ജാതിമത പ്രശ്നമാണ്. ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒരുപാട് യുവാക്കളും യുവതികളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിൽ പല കാരണങ്ങളും, എന്താണ് അതിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിന് നയിച്ച കാരണം, ഇതൊന്നും ആൾക്കാർ നോക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് പോലീസ് അത്രയ്ക്കും അത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും സമൂഹത്തിൽ അത് അഡ്രസ്സ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള നടപടി എടുക്കണം. ഈ വിദ്യാർത്ഥികളുടെ ഇപ്പം നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സൂസൈഡ് ടെൻഡൻസി വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന അക്കാഡമിക് പ്രഷേഴ്സ്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കാര്യമായിട്ട് അങ്ങനെ ആരും ഇല്ലാത്തൊരു അവസ്ഥ. പിന്നെ ഈ എക്സാംസിലൊക്കെ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അവർക്കുള്ളൊരു പ്രഷർ. പിന്നെ ഫാമിലിയിൽ നിന്നായാലും ഇപ്പോൾ അതായത് ഒരു കുട്ടീനെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പാരൻസ് തന്നെ ആ കുട്ടീനെ വേറൊരു കുട്ടിയായിട്ട് ഉയർന്ന മാർക്ക് വാങ്ങാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കമ്പയർ ചെയ്യുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ സൂസൈഡിക്കൽ ടെൻഡൻസി കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു സൈബർ ബുള്ളിങ്ങിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ആത്മഹത്യാ മേഖലയിൽ. സൈബർ ബുള്ളിങ് കാരണം കുറേ പേര് ഇപ്പം അതും എന്താ പറയുക, യൂത്ത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ആയാലും ഈ പെർമനൻ്റ് ആകുന്നതിന് മുന്നേ എന്താ പറയുക, പബ്ലിക് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പ്രൈവറ്റ് ആയിട്ട് വെക്കുക, അത് പെർമനൻ്റ് ആകുന്നവരെ അത് പബ്ലിക് ആക്കുക, റീൽസ് ചെയ്യുക, പോസ്റ്റ് ഇടുക. പിന്നീട് അത് എന്താ പറയുക, ഒരു ഇത് വന്നു കഴിയുമ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിയുമ്പോൾ പിന്നെ അത് ഈ എന്താ പറയുക, അതിലേക്ക് പബ്ലിക്കും കൂടെ ഇടപെട്ട അഭിപ്രായം പറയുന്നതിനുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ റിലേഷൻ പിന്നെ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത സംഭവങ്ങൾ തിരിച്ചു വരുന്നു, ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഫാമിലിയുടെ പ്രഷർ ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ ഫാമിലി അറിഞ്ഞു, അതൊരു ടൈപ്പ് ഓഫ് ബുള്ളിങ് തന്നെ ആണ്. പിന്നെ സോഷ്യൽ മീഡിയ നമുക്കൊരു ടൈപ്പ് ഓഫ് ലീഡ്സ് ടു എന്താണ് സൂയിസൈഡാണ്. കാരണം നോക്കിക്കഴിഞ്ഞാലേ ഇൻസ്റ്റഗ്രാമിലും കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബോഡി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉന്നയിക്കുക. അതൊക്കെ നമുക്ക് തന്നെ സെൽഫ് ഡൗട്ടും ഇൻസെക്യൂരിറ്റീസും ഒക്കെ ഉണ്ടാക്കുന്നതും പല രീതിയിലും പല തലത്തിലാണ് അത് പല ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത് പല ടീനേജേഴ്സ്, അതായത് പ്യൂബർട്ടി എന്നൊക്കെ പറയുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളൊരു സ്റ്റേജാണ്. നമ്മൾ ഫുള്ളി ഡെവലപ്ഡ് അല്ല. അപ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക് ഞാൻ ഒന്നുമല്ല, ഞാനിങ്ങനെയല്ല, ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് വരുന്നതും അത് പിന്നെ നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മ. ഇപ്പോൾ നമുക്ക് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോൾ മാതാപിതാക്കളോട് എനിക്ക് ഇങ്ങനെ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് സംസാരിക്കുമ്പോൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാതെ, മാനസിക സംഘർഷം ആക്സെപ്റ്റ് ചെയ്യാതെ നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളയുകയും അത് സ്ലോലി ഇറ്റ് ലീഡ്സ് ടു ഡിപ്രഷൻ. ആൻഡ് ദെൻ പിന്നെ ഡിപ്രഷൻ അങ്ങേറ്റം എത്തിക്കഴിയുമ്പോഴാണ് സൂയിസൈഡ് എന്നുള്ള പല പ്രോബ്ലംസിലേക്ക് എത്തുന്നത്. എനിക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഒരു ഒറ്റപ്പെടൽ വരുമ്പോഴാണ്. കാരണം അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നൽകാനായിട്ട് ആരുമില്ല. ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി പലർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇതിങ്ങനെ കൂടി വരുന്നത് ഓരോ ദിവസം കഴിയും തോറും. ഇപ്പോൾ ഈ ഒറ്റപ്പെടൽ കാരണമാണ് കുറേ യൂത്തിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പോകുന്നതും ഇതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ്. കാരണം ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനും മറ്റ് വിനോദസഞ്ചാരത്തിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടെ കൂട്ടുകാരും വീട്ടുകാരും നമ്മളെ മനസ്സിലാക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു തീർച്ചയായും ഡ്രഗ്സിലേക്ക് തന്നെയാവും അഭയം തേടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യൂത്തിൻ്റെ ഇടയിൽ എന്തുകൊണ്ടൊരു സൂയിസൈഡ് കൂടി വരുന്നു എന്ന് ചോദിക്കുന്നത്. ഈ ഡ്രഗ്സിൻ്റെ യൂസേജ് അതിനെ നല്ലോണം ബാധിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പുതിയ ഡ്രഗ്സ് വാങ്ങി യൂസ് ചെയ്യണത് യൂത്ത് തന്നെയാണ്.
ആ ഒരു ഏജ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഡിക്റ്റ് ആവാനും നമുക്ക് ഇൻഫ്ലുവൻസ് ആവാനും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളൊരു ഏജ് ഗ്രൂപ്പ് ആണല്ലോ ഈ നമുക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് ജീവിച്ച് എസ്കേപ്പ് ജീവിക്കാൻ ഫ്രം പറ്റൂ. റിയാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു നിമിഷമാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ എല്ലാവരും മറന്ന് അതിൽ അവരൊരു ഗെറ്റ് അവേ ആണ് അവർക്ക്. അതാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ആയ ആൾക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പെട്ടെന്ന് തകർന്നു പോകുന്ന അവസ്ഥ, അതും നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവിതകാലത്ത് അയാൾ സമ്പാദിച്ച മുഴുവൻ പൈസയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത, എങ്ങനെ മുന്നോട്ട് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അറിയാത്തൊരു അവസ്ഥ വരും. ആ ഒരു ഡിപ്രഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ സൂയിസൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് പല ആത്മഹത്യകളും നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. അതായത് നമ്മൾക്ക് ഒന്നും വേണ്ട, നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സ് തുറന്നൊന്ന് കേൾക്കാനായിട്ട് ഒരാളുണ്ടായാൽ മതി, പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. ഇതിന് വേണ്ടിയിട്ട് ആരും ശ്രമിക്കാറുമില്ല എന്നാൽ അത് തോന്നുന്നു, അതായത് ആത്മഹത്യ പ്രവണത തോന്നുന്ന ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാറുമില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% അവിടെ തീർന്നു. ഒരു തെറാപ്പിക്ക് വേണ്ടി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ അറിയാത്തൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നേക്കാൾ കൂടുതൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരായിട്ട് നമ്മളൊന്ന് സംസാരിച്ച് നോക്കി, നമ്മുടെ പല ഇഷ്യൂസും സോൾവ് ആവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല തലങ്ങളുണ്ടല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ ഇഫ് യു ആർ നോട്ട് ഹെൽപ്പ് ബൈ ദ റൈറ്റ് പേഴ്സൺ, റൈറ്റ് ഹെൽപ്പ് അല്ല ഇഫ് ഇറ്റ്സ് പ്രൊവൈഡഡ്, അത് വേറൊരു ഇഷ്യൂലേക്ക് തന്നെയാണ് ലീഡ് ചെയ്യാന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഹെൽപ്പ് ചെയ്യുകയാണ്, എനിക്ക് വയ്യ, എനിക്ക് ഇങ്ങനെ മാനസിക സംഘർഷം ഉണ്ടെന്ന്, എൻ്റെ ഹെൽപ്പ് തരുന്ന ഫ്രണ്ട് എനിക്ക് ഡ്രഗ്സ് ആണെങ്കിലോ എനിക്ക് അതൊരു മാർഗമായി തരുന്നത് ദാറ്റ് സംതിങ് റോങ്. ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു പിന്നെ യൂത്തിൻ്റെ ഇടയിലായാലും മറ്റ് കുറച്ചും കൂടി പ്രായമുള്ളവരുടെ ഇടയിലായാലും ഭയങ്കരമായിട്ട് ഈ സൂയിസൈഡിനെ കാരണമാകുന്ന ഒരു വിഷയമാണ്. കാരണം ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ശരീരത്തിന് നമുക്ക് മനസ്സിനും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം വരും. അപ്പോൾ അത് സൂയിസൈഡിന് കാരണമാകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ നമ്മുടെ സമൂഹത്തിൽ മെന്റൽ സപ്പോർട്ട് നേടാൻ വേണ്ടി നമ്മൾ ഒരാളുടെ അടുത്ത് ചെല്ലുന്നതിന്റെ ഒരു മോശം കാര്യമായിട്ടാണ്. അയാൾക്കിപ്പോൾ ഒരു ഹെൽപ്പ് വേണം, ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ, പക്ഷേ സമൂഹം എന്ത് പറയുമെന്ന് പേടിച്ച് പോവാതിരിക്കുന്നവരുണ്ട്. കാരണം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പലരും പറയും അയാൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഭ്രാന്താണ് എന്നുള്ള രീതി പറഞ്ഞ് അത് ഭയന്നിട്ട് പോവാതിരിക്കുന്നവരുണ്ട്. ഈ മാനസിക രോഗി എന്നുള്ളൊരു ടൈറ്റിൽ പേരൻസ് പോലും സ്വന്തം മക്കളെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാതിരിക്കുന്നവര്, അവർക്കറിയില്ല ഒന്നാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന്. കുട്ടി ഇങ്ങനെ വന്ന് പറയുമ്പോൾ എന്നാൽ തന്നെ സൈക്കോളജിന്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നതും അതൊരു ഓപ്ഷൻ അല്ലാതെ. അതുപോലെ മെന്റൽ കെയറിന് വേണ്ടിയിട്ടുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും ഒരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്ന, നമുക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷൻ ഉണ്ടായി, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും കോളേജിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് ആ പ്രശ്നം മാറ്റാൻ വേണ്ടി ഒരാളുമായിട്ട് ഒരു പിന്നെ സൈക്കോളജിസ്റ്റുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമില്ല. അത് എല്ലാം പറയാൻ പറ്റില്ല ആക്ച്വലി. വർഷം ഇപ്പോൾ ഓവർ ദി ഇയേഴ്സ് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. ശരിക്കും ഇത് മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ റേറ്റ്സ് മറ്റേ പണ്ടത്തെ ഒരു 10 വർഷത്തെക്കാട്ടും കൂടുതൽ ഒരു 10 ഇരട്ടിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഉള്ളത്. നമുക്ക് തന്നെ എത്ര കൂട്ടുകാരുണ്ട്, സൈക്കോളജി ഡിഗ്രി എടുത്ത് എത്ര ഫ്രണ്ട്സ് ഉണ്ട്. മൈസെൽഫ് ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ. സോ അങ്ങനെയില്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് തെറപ്പൈസ് ചെയ്യണമെങ്കിൽ ഒരു ലീഗലി അതിന് കുറേ ടെസ്റ്റും കാര്യങ്ങളും ലൈസൻസൊക്കെ വേണം, അതൊരു കാര്യം. പക്ഷേ എന്നാൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കാം, ആശയ പറഞ്ഞ പോലെ അതും ഒരു ഓപ്ഷനാണ്. ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ പോലും ദേ പ്രൊവൈഡ് സൈക്കാട്രി ആൻഡ് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതത്ര പോപ്പുലർ അല്ല, കാരണം നമ്മളിതിനെപ്പറ്റി അധികം സംസാരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പാരൻസിന്റെ കാര്യം പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെപ്പറ്റി അറിയാത്തത്. ഇപ്പൊ പണ്ടത്തെ കാലത്തും ഇങ്ങനെ മെന്റൽ പ്രഷർ ഉണ്ടായിട്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ റീസൺ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അന്ന് സൈക്കാട്രിസ്റ്റുകളില്ല, സൈക്കോളജിസ്റ്റുകളൊന്നും ഇവർക്ക് ചെന്ന് കാണാനില്ല അന്നത്തെ ജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു പുതിയൊരു കൾച്ചർ വരുമ്പോൾ ഇവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. അന്നത്തെ കാലത്ത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തി ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ടായിരുന്നു, കൂട്ടിയിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരുപാട്. പക്ഷേ എങ്കിലും ഇപ്പോഴ് ഒരു ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന നിലയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാരന്റ്സ് ആണെങ്കിൽ പോലും
വളരെ രഹസ്യമായിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. പിന്നെ ഈ സോഷ്യൽ മീഡിയ വളരെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ആൻസൈറ്റിക്കൊക്കെ വളരെ ബിഗ് റീസൺ ഇൻക്രീസ് ഇൻ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഇൻ യങ്സ്റ്റേഴ്സ്. ഈ അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ, ഓവർ ദി ഇയേഴ്സ് നമ്മൾ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് നമ്മുടെ ഉപയോഗം തുടങ്ങിയതിന് ശേഷം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിന് മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഫോൺ എഫക്ട്സ് സോഷ്യൽ മീഡിയക്ക് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ നെഗറ്റീവ്സിൽ ഉൾപ്പെടുന്നില്ല. അതിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ കൂടെ തന്നെ ആയിരിക്കും പലപ്പോഴും ഇതിനെ കുറിച്ചൊക്കെ അവയർനെസ്സും വരുന്നത്. അതേ സോഷ്യൽ മീഡിയ തന്നെ ഇതിന് കാരണമാകാറുമുണ്ട്. അതൊരു ഫാക്റ്റാണ്. നമുക്കൊരു 10 കൊല്ലം മുന്നേ ഡിപ്രഷന്റെ അർത്ഥം എത്ര പേർക്ക് അറിയായിരുന്നു? ആലോചിച്ച് നോക്കൂ, എത്ര പേർക്ക് അറിയായിരുന്നു ഡിപ്രഷൻ്റെ അർത്ഥം? പക്ഷെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിപ്രഷൻ എന്താണ്, നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാം, നമുക്ക് ആരെ തേടണം അതിന് ഹെൽപ്പ്. ഇറ്റ് ഹാസ് ചേഞ്ച്. നമുക്ക് ഇനിയും നമുക്ക് ഒത്തുചേർന്ന് നമുക്ക് ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാം. സൂസൈഡ് റേറ്റ്സ് കുറച്ച് കൊണ്ടുവരാം. എല്ലാവരുടെ ജീവിതത്തിലും ഒരു കാലഘട്ടത്തിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളോ ഡിപ്രഷൻസോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലായാലും അഡൽട്ട്ഹുഡിൽ ആ ഒരു കാലഘട്ടത്തിലായാലും ശരി, അങ്ങനെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പിരിമുറുക്കങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും എല്ലാവരും. അപ്പോൾ അത് അത് എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നമല്ല, അത് എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണെന്നുള്ള രീതിയിൽ അതിനെ കാണണം. അങ്ങനെ കാണുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് ഈ സൈക്കോളജിസ്റ്റിനെ സമീപിക്കാനോ ഒക്കെ കുറച്ചും കൂടി ധൈര്യം കിട്ടത്തുള്ളൂ. അത് ആ ഒരു രീതിയിൽ വേണം നമ്മുടെ അവയർനെസ് പ്രോഗ്രാംസ് ഹാൻഡിൽ ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബി വെയർ എന്ന് വെച്ചാൽ എൻ്റെ പ്രോബ്ലം ചെറുതാണ്, അത് അത്ര കണക്കാക്കണ്ടെന്ന് എത്ര ഇഗ്നോർ ചെയ്ത് വി ഷുഡൻ റീച്ച് എ പോയിന്റ് വെയർ വി ഡിഡൻ സീക്ക് ഹെൽപ്പ് ആൻഡ് വി ലോസ്റ്റ് അവർ സെൻസ്. പ്രോബ്ലം ചെറുതോ വലുതോ എന്നതല്ല, എനിക്കത് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ ഈ കാരണങ്ങൾ ഡ്രഗ്സിൻ്റെ ആയാലും ഈ കാരണങ്ങൾ കൂടാതെ തന്നെ നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. എത്ര പേർക്ക് ആ ഒരു കോവിഡ് ആ ഒരു മഹാമാരി വന്ന സമയത്ത് എത്ര പേർക്ക് ഉള്ളിലോ ഡിപ്രഷൻ വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നമ്മൾ 4 പേരായിട്ട് സംസാരിക്കുന്നു, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ മിസ് ചെയ്യുന്നു, നമ്മൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എത്ര പേര് ആ ഒരു പിരിമുറുക്കം വന്നു, അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഉള്ളിലിരുന്ന് പിരിമുറുക്കം വന്ന് എത്ര പേര് ആത്മഹത്യ ചെയ്ത് കാണും. അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ലൈൻസ് ഒക്കെ സമയത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു. കാരണം ഡ്രഗ്സ് അവർക്ക് കൂടിയിരുന്നു. അത് ഭയങ്കര, കാരണം ഇങ്ങനത്തെ കാരണങ്ങളോട് കൂടി ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഹെൽപ്പ് ലൈൻസ് ആ സമയത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു. അതേ സമയത്ത് എനിക്ക് കള്ള് കിട്ടുന്നില്ല, അപ്പോൾ ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് പറയാം എനിക്ക് ഇന്ന സാധനം എത്തിച്ചു തരണം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഒരുപാട് അവരുടെ വിത്ഡ്രോവൽ സിംറ്റംസ് ഒരുപാട് അവരെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മദ്യം കിട്ടാതിരിക്കുന്നതും ഒരു ഡിപ്രഷന് കാരണമാണ്. ചെറിയ തോതിലാണെങ്കിലും മദ്യം അവർക്ക് എത്തിക്കുന്നത് വേണ്ടി വരും ഒരുപക്ഷെ. പിന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ടേം ദാറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് അഡ്രസ്സ് ചെയ്യണം തോന്നിയൊരു കാര്യമാണ്. എല്ലാവർക്കും പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളയ്ക്കുന്നതല്ല ഡിപ്രഷൻ, ആൻഡ് പെട്ടെന്ന് തോന്നുന്ന കുറച്ച് സ്പാൻ ഓഫ് ടൈമിൽ തോന്നുന്നതല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ ഇസ് എ ഡിസോർഡർ, ആൻഡ് ദെൻ ഇഫ് യു ഹാവ് ഇറ്റ് ഐ തിങ്ക് എവറി വൺ ഷുഡ് കൺസൾട്ട് അബൌട്ട് ഇറ്റ്, സീക്ക് ഹെൽപ്പ്. എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡിസോർഡറാണ്. അത് വെറുതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരിക്കലും ഡിപ്രഷൻ എന്ന് പറയില്ല, അത് സാഡ്നെസ് ആണ്. ഇങ്ങനെ വെറുതെ പറഞ്ഞ് ആളുകൾ ഇതാക്കുകയാണ് ചെയ്യുന്നത്. അത് ഡിപ്രഷൻ അല്ല, അത് സാഡ്നെസ് ആണ്. സോ വി ഷുഡ് നോ ദ ഡിഫറൻസ്. പ്ലീസ് സീക്ക് ഹെൽപ്പ് ഇഫ് യു നീഡ് ഇറ്റ്. താങ്ക് യു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ സൂയിസൈഡ്സിന് പല റീസൺസ് ഉണ്ട്, അതുപോലെ തന്നെ പല ക്യൂറും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അതിന് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് പല ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ദിശ ഹെൽപ്പ് ലൈൻ 1056 എന്ന നമ്പർ ഡയൽ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാൻ പറ്റും. Also remember, be there for your loved ones, be there for each other. Thank you.